നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. നിങ്ങൾ യുണീക് സോളിന് ഉടമകളാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇന്ന് ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വ്യത്യസ്ത പുലർത്തുന്നവരും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ആത്മീയ പാതയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളിലുള്ള ശുദ്ധതയും സ്വഭാവ വിശേഷങ്ങളും നാച്ചുറലായി തന്നെ ശരിയായ ആളുകളെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് സഹായകരമാകുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. സ്വന്തം കരുത്ത് എന്താണ് എന്നുള്ളത് മറന്നാണ് നിങ്ങൾ ഇപ്പോഴും പഴയ വേദനകളെ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിരാശകളെ നിങ്ങളിൽ നിന്നും മാറ്റി പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളെ ക്ഷമിച്ച് സ്വയം നിങ്ങളോട് തന്നെയും ക്ഷമിച്ച് മുന്നോട്ട് പോകുവാനുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ പാഠങ്ങളും നിങ്ങളെ അർത്ഥവത്തായ ലൈഫ് ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷനും പ്രാർത്ഥനയും നടത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് മറ്റുള്ളവരെ കുറിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരരുത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. വിജയ പരാജയങ്ങളെ നിങ്ങൾ സമത്വത്തോടെ വീക്ഷിക്കുവാൻ പഠിക്കുക. അതുപോലെ മറ്റുള്ളവരെ അവരുടെ പൊസിഷനെ ബേസ് ചെയ്ത് നിങ്ങൾ പൊസിഷനെ ബേസ് ചെയ്ത് ബഹുമാനിക്കുന്നതിന് പകരം സമത്വത്തോടെ എല്ലാവരെയും ഒരുപോലെ കാണുക, ബഹുമാനിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ വിമർശനത്തിനു പകരം അനുകമ്പ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ പലതരം പഠനങ്ങളിലേക്കും കണക്റ്റ് ആകുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. ആത്മീയ പഠനങ്ങളിലേക്കും മറ്റ് പഠനങ്ങളിലേക്കും നിങ്ങൾ മാറ്റപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഗൈഡൻസ് സ്വപ്നങ്ങളിലൂടെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെയും ടീച്ചറിലൂടെയും എല്ലാം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു അനുമാനം വേണ്ട. എളിമത്വവും നിരന്തരമായ പഠനവുമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അറിവ്, സ്നേഹം, ദയ, ധൈര്യം, പ്രോത്സാഹനം എന്നിവ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ശുദ്ധ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്യുന്ന ദാനത്തിനും സേവയ്ക്കും നിങ്ങളിലേക്ക് അനുഗ്രഹത്തെ എത്തിച്ചു തരാനുള്ള കഴിവുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഔദാര്യ മനസ്കതയ്ക്ക് പോസിറ്റീവ് കർമ്മയെ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ അഹങ്കാരം, നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരി. മറ്റുള്ളവരിൽ നിന്നുള്ള സാധൂകരണം, ക്ഷീണിതരാകുമോ എന്നുള്ള പേടി, ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. ഈഗോ നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ എളിമത്തത്തിന്റെ വാതിൽ തുറക്കുന്നതല്ല. നിങ്ങളിൽ നിന്നും ഈഗോ മാറ്റുമ്പോഴാണ് എളിമത്തം നിങ്ങളിലേക്ക് ഓപ്പണായി വരുന്നത് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള അവസരങ്ങളും സ്പിരിച്വൽ ഇൻസ്പിറേഷനും അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് ഒരു ഹീലിങ്ങും എല്ലാം സംഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ എത്തിച്ചേരുന്നതാണ്. അവയെ സ്വീകരിക്കുവാനായി നിങ്ങൾ തയ്യാറാവുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ചില ഇടവേളകൾ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. ഈ ഇടവേളകൾ നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ഈ സമയം പേടിക്കാതെ അതുപോലെ ആശങ്കപ്പെടാതെ ഈ സമയം നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ ഭഗവാന്റെ പ്ലാൻസിനെ വിശ്വസിക്കുവാനും ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുവാനുമുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ചില സമയം സറണ്ടർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആൻസൈറ്റി, ഓവർ തിങ്കിങ്, ഉറക്കമില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള പേടി എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഏറെ ഭീകരമായ അന്തരീക്ഷമാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സാലെ സൃഷ്ടിച്ചു വെക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നന്നായി ട്രെയിൻ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നാളത്തെ വിഷമങ്ങളെ ഇന്ന് ചുമന്ന് കൊണ്ടുപോകുന്ന രീതി ഒഴിവാക്കുക എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഇത്തരം നാളത്തെ വിഷമങ്ങളെ ഇന്ന് ചുമക്കുന്ന രീതി നിങ്ങളിൽ നിന്നും അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് ഇത് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് റിഫ്ലക്ഷൻ്റെ കാര്യം ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നെസസറി സ്റ്റെപ്സ് എടുക്കാനുള്ളത് അത് കൃത്യമായി നിങ്ങൾ ചെയ്തു പോവുക. അതുപോലെ ഇടവേളകളൊക്കെ വരുന്നതിന് ഡിവൈൻ പ്ലാൻ ഉണ്ട്. അതുപോലെ ആ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം.